മനുഷ്യൻ ഇതുവരെയും ആവാസമുറപ്പിക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരേയൊരു ദ്വീപ്. 900 ഏക്കറിൽ ദ്വീപും ദ്വീപിനുള്ളിൽ അനേകം ഉപദ്വീപുകളുമായി വിശാലതയിലേക്ക് കൈകൾ നീട്ടി നിൽക്കുകയാണ് കുറുവ എന്ന നിത്യഹരിത ലോകം. ഹായ് എവരിവൺ, angelsplanet എല്ലാവർക്കും സ്വാഗതം. കോവിഡ് മനുഷ്യനെ കുറച്ചു കാലം എന്നല്ല നമ്മളെ വീട്ടിലെ തന്നെ ഇരുത്തിയത്. ഏകദേശം കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് മറക്കാൻ പറ്റാത്ത ദിനങ്ങളായിരുന്നു. കാരണം വീടിനുള്ളിൽ ചടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം കോവിഡൊക്കെ കുറച്ച് കുറഞ്ഞ് നമ്മളെ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളെ വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമായ കുറുവാദ്വീപിന് മുമ്പിലാണ്. കുറുവാദ്വീപാണ്. ഈ നേരെ പോയാൽ നമ്മളെ കുറുവാദ്വീപ് എത്തും. ഇവിടെയും സഞ്ചാരികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കുറുവാദ്വീപ് ഓപ്പൺ ആയിട്ടുള്ളത് കഴിഞ്ഞ ഈ മാസം ഒക്ടോബർ 2-ാം തീയതിയാണ്. ഏകദേശം 2018 ക്ലോസ് ആയിട്ട് കുറുവാദ്വീപ് ഇപ്പോൾ കുറുവാദ്വീപും അതുപോലെ നമ്മളെ ചെമ്പ്ര പീക്കൊക്കെ ഒരുമിച്ചാണ് തുറന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഒരുമിച്ചാണ് തുറന്നത്. ഇപ്പോൾ കുറുവാദ്വീപ് ഓപ്പണാണ്. നമ്മൾ കുറുവാദ്വീപിനെ നേരെ പോയി നോക്കണം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമുക്ക് കാണാം. ഏകദേശം ഇവിടെ ഒരു ദിവസം ഏകദേശം 1150 പേരാണ് ഇവിടെ എൻ്റർ ചെയ്യിപ്പിക്കുന്നത്. കുറുവാദ്വീപിന് 2 എൻട്രൻസ് ഉണ്ട്. ഇത് 1ാമത്തെ എൻട്രൻസും ഇതേപോലെ തന്നെ നമ്മളെ കാട്ടിക്കുളം ഭാഗത്തു കൂടെ വരികയാണെങ്കിൽ അവിടെ 2 എൻട്രൻസ് ഉണ്ട്. ഈ 2 എൻട്രൻസ് കൂടെയുള്ള ഇവിടേക്ക് ആളുകളെ കയറ്റുന്നത്. ഇവിടുന്ന് 550 പേരെയും അതുപോലെ അപ്പുറത്തെ അവിടുന്ന് ഏകദേശം 575 പേരെ, അങ്ങനെ 1150 പേരെയാണ് ഒരു ദിവസം ഇവിടെ എൻ്റർ ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ പോയിട്ട് കുറുവാദ്വീപിലെ വിശേഷങ്ങളും അവിടെ എങ്ങനെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ദ്വീപിലേക്ക് എൻട്രൻസ് ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അവിടെ പോയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നേരെ കുറുവാദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ യാത്ര ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് തന്നെ മതി കേട്ടോ. അത്രക്കും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായൊരു റൂട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുറുവാദ്വീപിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂട്ട് തന്നെയാണ്. നമ്മളെ റൂട്ട് എന്തായാലും വന്നിട്ട് നമ്മൾ നേരെ പനമരത്ത് നിന്ന് ദാസങ്കര വന്നു. കൽപ്പറ്റ, പനമരം, പിന്നെ അവിടെ നിന്ന് ദാസങ്കര വന്നു. നേരെ കുറുവാദ്വീപിൻ്റെ 1ാമത്തെ എൻട്രൻസിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കുറുവാദ്വീപിന് 2 എൻട്രൻസ് ഉണ്ട്. ഒരു എൻട്രൻസ് നമ്മളെ കാട്ടിക്കുളം ഭാഗത്താണ്, മറ്റേ എൻട്രൻസ് നമ്മളെ പനമരം കഴിഞ്ഞ് ദാസങ്കര വഴി വരുമ്പോഴാണ് എൻട്രൻസ് ഉള്ളത്. ഇവിടെ നമ്മളെ ചങ്ങാടം നടത്തുന്നത് കേരള ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. മറ്റേ കാട്ടിക്കുളം ഭാഗത്തു കൂടി വരുമ്പം അവിടെ ചങ്ങാടം നടത്തുന്നത് DDDCൻ്റെ ഒരു അണ്ടറിലാണ്. ഇപ്പോൾ നമ്മൾ കുറുവാദ്വീപിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി നമ്മൾ നേരെ താഴോട്ട് പോയിട്ട് അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഉള്ളിലോട്ട് കയറണം. ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഏകദേശം ടൈമിംഗ് അവിടെ എഴുതി വെച്ചിട്ട് 9 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. 9 മണി മുതൽ 3:30 വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. പിന്നെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അഡൽസിന് ഏകദേശം 95 രൂപ, ഫോറിനേഴ്സിന് 127, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് റേറ്റാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കെന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തു. വിനോദസഞ്ചാരികൾക്കുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ടിക്കറ്റിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് 95. അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ഈ ഒരു കാണുന്ന വഴിയിലൂടെ അങ്ങനെ പോയിട്ട് വേണം നമ്മളെ കുറുവാദ്വീപിലെ എൻട്രൻസിലേക്ക് കയറാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി അത്രയും രമണീയമായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് കുറുവാദ്വീപ്. അത് ഈ ഒരു കാഴ്ചകളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വയലുകളും അതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരെ വന്നതാ ഇവിടെയാണ് ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു മുളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മഴക്കാലം കഴിഞ്ഞിട്ടാണ് കുറുവാദ്വീപ് ഓപ്പൺ ആവുക. ആ ഓപ്പൺ ആയതിനു ശേഷം അവരിവിടെയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയുള്ള ഇരിപ്പിടങ്ങളും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും മുള വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ചങ്ങാടമൊക്കെ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവർ പുതുക്കി പണിയുക. അതിന് വേണ്ടിയിട്ടാണ് ഈ മുളകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇരിപ്പിടം കാര്യങ്ങളും അതുപോലെ ചങ്ങാടൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇവർ മഴക്കാലത്തിന് ശേഷമാണ് ഇവിടെ ഒരുക്കുക. അതിന് ശേഷമാണ് ഇവിടുത്തെ സീസൺ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഇനി നമുക്ക് ഈ ഒരു കബനി റിവറാണ് ഈ കാണുന്നത്, കബനി പുഴ. ഈ കബനി പുഴ കടന്നിട്ട് വേണം ഇനി നമുക്ക് അപ്പുറത്ത് എത്താൻ. അതിന് വേണ്ടി നമ്മളിവിടെ ചങ്ങാടുണ്ട്. ഈ ചങ്ങാടത്തിലാണ് ഇവിടുന്ന് കടക്കുക. ആ ഒരു ചങ്ങാടത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളിനി നേരെ ചങ്ങാടത്ത് കയറിയിട്ട് ഈ ഒരു കബനി റിവർ കടന്നിട്ട് ഇനി അപ്പുറത്തെ കാഴ്ചകളൊക്കെ, അപ്പുറത്താണ് നമ്മളെ ദ്വീപും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ നേരെ നമുക്ക് അപ്പുറം കടക്കാം. നമ്മളിപ്പം കുറുവ ദ്വീപുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഈ ചങ്ങാടം കടന്നിട്ട് വേണം നമ്മളെ ദ്വീപുകളിലേക്ക് പോകാൻ. ഇത് നമ്മളിപ്പോൾ പോയി മുറിച്ച് കിടക്കുന്നത് നമ്മളെ കബനി പുഴയാണ്. ഈ കബനി പുഴ കടന്നിട്ട് വേണം നമ്മളെ കുറുവ ദ്വീപിലുള്ള ഉള്ളിലുള്ള ഒരുപാട് ദ്വീപുകളുണ്ട്. ഏകദേശം
65ഓളം ദ്വീപുകളുണ്ട്. അതിൽ തന്നെ 7 ദ്വീപുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെയാണ് ദ്വീപുകൾക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു ചങ്ങാടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ള് മുള വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 40-50 ആൾക്കൊക്കെ പോകാൻ പറ്റിയൊരു മുളയാണ്. എന്നാലും ഇത് വെയിറ്റ് ഒന്നും അടിയിലേക്ക് താന്നു പോയി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ മേൽഭാഗത്തുള്ള മുള നമ്മളെ സാധാ മുളയാണ്. പിന്നെ താഴത്തുള്ളത് നമ്മളെ മുളയിൽ തന്നെ ഏറ്റവും വണ്ണം കൂടിയ ആനമുളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ല വായുവൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയിട്ടൊരു ചങ്ങാടാണിത്. ഇവിടുത്തെ ആദിവാസി അവരുണ്ടാക്കുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് മുറിച്ച് കളക്കുന്ന ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കയറ് കെട്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ട് ഈ കയറ് കണ്ടോ, ഈ കയറിലൂടെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ട് എത്തിക്കുന്ന ആ ഒരു സിസ്റ്റമാണുള്ളത്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മളിതാ നേരെ ഇപ്പുറം ചങ്ങാടത്തിൽ വന്ന് പുഴേൻ്റെ ഇപ്പുറം കടന്ന് ഇവിടെ ഇതാ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ഇവർ നേരത്തെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. നമ്മളെന്തായാലും ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പോവാണ്. അവരിതാ നമ്മളൊന്ന് ആ ചങ്ങാടത്തിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് ഈ ഒരു ദ്വീപിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ആ ഒരു കാണുന്ന വഴിയിലൂടെയാണ് പോകാനുള്ളത്. നമ്മളെ കൂടെ വന്നവരൊക്കെ അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെന്തായാലും ഇനി ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഇവിടുത്തെ ഈ ഒരു പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, മുളയിട്ട് കെട്ടിണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു പാലം, അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ അരുവി, അങ്ങനെയൊക്കെയുള്ളൊരു നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളെന്തായാലും ഇനി നേരെ പോയിട്ട് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മളീ നടന്നു പോകുന്ന കുറുവാദ്വീപിലെ കാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അപൂർവമായ മരങ്ങളും അതുപോലെ സസ്യങ്ങളും പിന്നെ ചില ജന്തുക്കളൊക്കെ താമസിക്കുന്ന ഒരു കാടാണ് ഈ കുറുവാദ്വീപിൻ്റെ കാട് എന്നുള്ളത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 900 ഏക്കറിൽ വിശാലമായി കിടക്കുന്നതുകൊണ്ട് തന്നെ ചില അപൂർവമായിട്ടുള്ള ചില സംഗതികളൊക്കെ ഈ കാട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഇവിടെ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞ് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നേരെ പോയാലാണ് നമ്മളെ ദ്വീപിലേക്ക് കടക്കാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പോകുന്ന ഇടയിലുള്ള ഇതുപോലുള്ള ചെറിയ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പുഴയിലൊന്നും ഇറങ്ങാൻ പാടില്ല, ആഴം കൂടിയ സ്ഥലമാണ്, അങ്ങനെയുള്ള ചെറിയ ബോർഡുകളും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ കാണാൻ പറ്റും ഈ പോകുന്ന ഇങ്ങനെ വഴിയിൽ. നമ്മൾ ഇത്രയും നേരം നടന്നു വന്നിട്ടുള്ള ആ ഒരു വഴി ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇവിടെയാണ് എൻഡിങ് പോയിന്റ്. ഇനി ഇവിടുന്ന് നമ്മൾ റിവർ ക്രോസ് ചെയ്തിട്ട് അടുത്ത ദ്വീപിലേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ടൈമിൽ ഈ ഒരു ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് അറിയാൻ പറ്റിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ദ്വീപുകൾക്ക് ഇവിടുന്ന് കടത്തി വിടുന്നില്ല. കാരണം ഇവിടെ വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ടും ഒഴുക്ക് കൂടുതലായതുകൊണ്ടും മറ്റ് ദ്വീപുകൾക്ക് കടന്നു പോകാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കാണുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കുറുവാദ്വീപിൻ്റെ ഉള്ളിൽ നമ്മളെ മറ്റ് ദ്വീപുകൾക്കൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന ആ ക്രോസിങ് ഏരിയയിലാണ്. അതായത് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പുഴ ഉണ്ടല്ലോ, ഈ പാറക്കെട്ടുകളൊക്കെ കടന്നിട്ടാണ് നമ്മൾ മറ്റുള്ള ദ്വീപുകൾക്ക് പോകുന്നത്. ഇവിടെ ഏകദേശം കുറുവാദ്വീപിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 65-70 പരം ദ്വീപുകളാണുള്ളത്. ആ ദ്വീപുകളിൽ തന്നെ നമ്മളെ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റി നമുക്ക് കാണാൻ പറ്റിയ ദ്വീപുകളുള്ളത് വെറും 7 എണ്ണമാണ്. അത് കുറേ മുമ്പായിരുന്നു ആ 7 എണ്ണത്തിൽ ആളുകൾക്ക് സഞ്ചാരികൾക്ക് കയറി കാണാനും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം 2007 ആ ടൈമിൽ നമ്മൾ വരാപ്പുഴ ഭാഗത്തുനിന്ന് വന്ന എറണാകുളം വരാപ്പുഴ ഭാഗത്തുനിന്ന് വന്ന കുറച്ച് കുട്ടികൾ വന്ന് ഇവിടെ 7ാമത്തെ ദ്വീപിൽ ലാസ്റ്റ് ദ്വീപിൻ്റെ അവിടെ മുങ്ങി മരിച്ചത്. ആ കാരണം കൊണ്ട് പിന്നെ 7 ദ്വീപുകൾക്കുള്ള അവിടേക്ക് എൻട്രി അവർ ക്ലോസ് ചെയ്ത്, എന്നിട്ട് പകരം ഇവിടുന്ന് അടുത്തുള്ള 3 ദ്വീപുകൾക്കാണ് അവർ എൻട്രി കൊടുത്തിട്ടുള്ളത്. നമ്മളെ കൊറോണ വരുന്നതിന് മുമ്പ് വരെ 7 ദ്വീപുകൾക്കായിരുന്നു എൻട്രി കൊടുത്തിരുന്നത്. കൊറോണ വരുന്നതിന് മുമ്പ് വരെ 3 ദ്വീപുകൾക്കായിരുന്നു എൻട്രി കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു കബനി പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പുറം റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ദ്വീപുകൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പം ഇപ്പം നമ്മൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്തായാലും ഒരു മാസം ഏകദേശം ഒരു ഡിസംബർ പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ, ഇപ്പം ഏകദേശം ഒക്ടോബറാണ്,
ഡിസംബർ ഫസ്റ്റ് വീക്കിലും അതുപോലെ നവംബർ ലാസ്റ്റിലൊക്കെ ആകുമ്പോൾ മഴയൊക്കെ കുറഞ്ഞ് ഒന്നും കൂടി വെള്ളം കാര്യങ്ങളൊക്കെ കുറയുമ്പം എന്തായാലും നമുക്ക് ഈ വെള്ളം ഇപ്പോൾ നല്ല കലങ്ങിയ വെള്ളമാണ്, നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല കലങ്ങിയ വെള്ളമാണ്. അപ്പോൾ അതൊക്കെ മാറി ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് ഫ്രഷായി ഒന്നും കൂടി അങ്ങോട്ട് പിന്നെ നമുക്ക് ആ ടൈമിൽ ദ്വീപുകൾക്കൊക്കെ കടക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ ഇവിടെ വരുന്ന ആളുകൾക്ക് ദ്വീപിൽ കുളിക്കാനും അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പം ഈ ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനും കടക്കാനുള്ളത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡിസംബറൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ സീസൺ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഉള്ളിലുള്ള ഒന്നാമത്തെ ദ്വീപിലേക്കും രണ്ടാമത്തെ ദ്വീപിലേക്കും മൂന്നാമത്തെ ദ്വീപിലേക്ക് കടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന എവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ 7 ദ്വീപുകൾ വരുന്നത്. ആ ദ്വീപിൽ തന്നെ നമ്മൾ ഓരോ ദ്വീപിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രകൃതി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. കാരണം ഇത് പ്രകൃതി ഒരുക്കിയിട്ടുള്ള കാഴ്ചകളാണ്, നമ്മളൊരിക്കലും ഒരു മനുഷ്യനുണ്ടാക്കി വെച്ച കാഴ്ചകളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം നമുക്കായിട്ട് പ്രകൃതിയായിട്ട് ഒരുക്കിയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ മനുഷ്യനുണ്ടാക്കുന്നതിലും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെയുള്ള ദ്വീപുകൾക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദ്വീപിലും നമ്മൾ ഒന്നാമത്തെ ദ്വീപിലും രണ്ടാമത്തെ ദ്വീപിലും അതുപോലെ മൂന്നാമത്തെ ദ്വീപ് നമുക്കിപ്പോൾ 3 ദ്വീപ് വരെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ആ 3 ദ്വീപിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞത് അവിസ്മരണീയ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മഴക്കാലം കഴിഞ്ഞാൽ ഇവിടെ പുതിയ മുളകൾ വെച്ചിട്ട് ഇവിടെ ഇരിപ്പിടങ്ങളും ഇതൊക്കെ വീണ്ടും കെട്ടിണ്ടാക്കുന്നത്. അങ്ങനെ കെട്ടിണ്ടാക്കിയ ഒരു ഇരിപ്പിടമാണ് ഈ കാണുന്നത്. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള പാലങ്ങളും ഇതേപോലെ മുളകൾ ഉപയോഗിച്ചിട്ടുള്ള കെട്ടിണ്ടാക്കിയാണ്. കണ്ടില്ല, കാണുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക രസമുണ്ട്. മുളകൾ മടഞ്ഞുണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാലം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മളെന്തായാലും ഇവിടെ തിരിച്ചു വന്ന് നമ്മൾ ആ ഒരു ചങ്ങാടം ഇറങ്ങിയ ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനായിട്ട് ആ ചങ്ങാടം വരുന്ന കണ്ടില്ലേ, ചങ്ങാടം വരുന്ന ആ ഒരു സ്റ്റൈൽ തന്നെ കണ്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കയറ് കെട്ടി വലിച്ച് വരുന്ന ആ ഒരു സിസ്റ്റം കണ്ടില്ലേ. ചങ്ങാടം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചങ്ങാടത്തിൽ കയറിയിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മളിവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇനി നമ്മൾ തിരിക്കുകയാണ്. ഈ ഒരു ചങ്ങാടത്തിൽ തിരിച്ചു പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏകദേശം 50 പേരോളം കയറാൻ പറ്റുന്ന ഒരു ചങ്ങാടമാണ്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആസ്വദിച്ചിട്ട് പോവാം. ഇനി എന്തായാലും നമുക്ക് അപ്പുറത്തിട്ട് കാണാം. നമ്മൾ പോകുമ്പോൾ കണ്ട ആ ഒരു ചങ്ങാടത്തിൻ്റെ പണി നടക്കുന്ന ആ ഒരു സ്ഥലമാണിത്. ഇവിടെ ഇവർ ഒരു പുതിയ ചങ്ങാടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു പ്രത്യേകതകളും വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ചങ്ങാടാണ്, മുളച്ചങ്ങാടാണ് ഇതിൽ. അതായത് ഇത് ശരിക്ക് പിന്നെ പ്രകൃതിക്ക് യാതൊരു ദോഷവും ഇല്ലാത്തതും അതുപോലെ തന്നെ പൊല്യൂഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത് നല്ല മുള കൊണ്ട് മാത്രം ഉണ്ടാകുന്നൊരു ചങ്ങാടാണ്. ചങ്ങാടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് മറിയില്ല, അതായത് ഒരിക്കലും സംഭവം മറിയില്ല. അതിന് വെയിറ്റ് കൂടിയാലും വെള്ളം മുകളിൽ കയറി വരും എന്നല്ലാതെ ഒരു കാരണവശാലും മറിയാൻ സാധ്യത കുറവാണ്. പിന്നെ അപകടവും തീരെ ഇതിൽ ചങ്ങാടത്തിൽ കുറവാണ്. ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ അപകടം തീരെ കുറയും. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ 2 വർഷം ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. 2 വർഷം മാക്സിമം 3 വർഷം. ഓരോ വർഷം കഴിയുമ്പോഴും മുകളിലത്തെ ലെയർ, അതായത് മുള കൊണ്ട് മടഞ്ഞിരിക്കുന്ന മുള ചീകി മടച്ചിലൊന്ന് മാറ്റി കൊടുക്കണം. അതിനുശേഷം പിന്നെ അടുത്ത 2 വർഷം കൂടി ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അപകടം തീരെ സാധ്യത കുറവാണ്. പിന്നെ പൊല്യൂഷൻ പോലുള്ള സംഭവങ്ങൾ, വെള്ളത്തിൽ വേറെ മാലിന്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ഈ ആളുകളുടെ കപ്പാസിറ്റി വെയിറ്റിനനുസരിച്ചാണ് ആൾക്കാരുടെ കപ്പാസിറ്റി. ഇതിപ്പോൾ ഒരു 3.5 മീറ്റർ 3.40 വീതിയും 8 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇതിലൊരു 50 പേര് മാക്സിമം നമ്മൾ ഒരു ആവറേജ് വെയിറ്റുള്ള ആൾക്കാർക്ക് 50 പേർക്ക് സഞ്ചരിക്കാൻ പറ്റും ചങ്ങാടത്തിൽ. അപ്പോൾ അതൊക്കെയാണ് ഈ ചങ്ങാടത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മുളേൻ്റെ ഈ വലിപ്പത്തിനനുസരിച്ച് തന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലെയർ കുറയ്ക്കുകയാണെങ്കിൽ 2 ലെയർ ആണെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കുറയും. 3 ലെയർ ഉണ്ട് ശരിക്കും ഈ ചങ്ങാടത്തിന്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂട്ടി ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. വെയിറ്റ് അനുസരിച്ച് ആൾക്കാരെ കൊണ്ടുപോകും. മാക്സിമം 50 പേർക്ക്, ഇപ്പോൾ ഒരു ആവറേജ് ആൾക്കാർക്ക് 50 പേർക്ക് ഇതിൽ സഞ്ചരിക്കാൻ പറ്റും.
അപ്പോൾ ഇനി നമ്മൾ വയനാട്ടിലെ പ്രകൃതി രമണീയമായ കുറുവാദ്വീപിലെ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഒരുപാട് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടിയിട്ടുള്ളത്. പ്രകൃതിയുടെ പുതിയ പുതിയ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു കാഴ്ച കണ്ടില്ലേ, ഇവിടെയുള്ള ആദിവാസി കൂട്ടം ഇവരുടെ പണിയൊക്കെ കഴിഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.